ഇടുക്കിയിലെ മണി ആശാന്റെ 1 2 3 നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതുപോലെ ഒരു 1 2 3 കണ്ണൂരിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. മറ്റാരുമല്ല, നമ്മുടെ സാക്ഷാൽ തോക്ക് സ്വാമിയായിട്ടുള്ള കെ സുധാകരൻ. തോക്ക് കൊണ്ട് നടക്കുന്ന കെ സുധാകരൻ. ഇപ്പൊ തോക്കുണ്ടോന്ന് അറിയില്ല, നേരത്തെ തേക്കെല്ലാം കൊണ്ട് നടന്ന് ഗൺമാനെയും ഒരുപാട് സഹപ്രവർത്തകരെയൊക്കെ കൊണ്ട് നടന്ന്, കാരണം ഭീഷണിയുള്ളതുകൊണ്ടാണല്ലോ. അപ്പോൾ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കി നടക്കുന്ന സുധാകരൻ സാർ, സുധാകരൻ ജി ഇന്നലെ ഒരു പ്രഖ്യാപനം നടത്തി. മത്സരിക്കും മത്സരിക്കും മത്സരിക്കും, ഇല്ല കൊച്ചു പിള്ളേരെ പോലെ ഒരുതരം ഭ്രാന്ത് പിടിച്ചതുപോലെ മത്സരിക്കും 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 എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ അടൂർ പ്രകാശും പറഞ്ഞു മത്സരിക്കും മത്സരിക്കും മത്സരിക്കും. അങ്ങനെ കെ സുധാകരനും അടൂർ പ്രകാശും മത്സരിക്കും 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 എന്ന് പറഞ്ഞപ്പോൾ വി ഡി സതീശൻ ഒരു അടിയടിച്ചു. ശാസിക്കും ശാസിക്കും ശാസിക്കും. ഇതെന്ത് പാർട്ടി, ഇതെന്ത് സംവിധാനം? ഹേ സതീശ, വി ഡി സതീശൻ സാറേ, ഹേ രമേശ് ചെന്നിത്തല സാറേ, ഹേ സുധാകരൻ സാറേ, സണ്ണി ജോസഫ് സാറേ, അടൂർ പ്രകാശ് സാറേ, എന്തെങ്കിലും ഒരു സാധ്യത നിങ്ങൾക്ക് കേരളത്തിലെ ജനത ഒരു പ്രാവശ്യം തരാം. 2 പ്രാവശ്യം മറ്റവർ ഭരിച്ചല്ലോ, ഇനി ഒരു പ്രാവശ്യം നിങ്ങൾ ഭരിക്കിൻ എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒരു സാധ്യത തരാൻ അവരാരെല്ലാം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഇടയിൽ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യും. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ കേരള കൗമുദി വലിയ ന്യൂസാണ്. സുധാകരൻ അടൂരിനെതിരെ നീക്കം പണിയാകും, ഇരുവരും ജനസ്വാധീനമുള്ളവർ. അതിൽ അല്പം അവരുടെ ചില താല്പര്യങ്ങളും കൂടി ഉണ്ടാവും. പത്രമാണല്ലോ, ഓരോ പത്രങ്ങൾക്ക് അവരുടെ താല്പര്യങ്ങളുണ്ടാവും, രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ടാവും, ജാതി താല്പര്യങ്ങളുണ്ടാവും, മത താല്പര്യം, പലതരത്തിലുള്ള താല്പര്യങ്ങളുണ്ടാവും. അതൊന്നും നമ്മൾ വ്യക്തി ചില നേതാക്കളെ വളർത്തുന്ന ചില പത്രങ്ങളായിരിക്കും. അപ്പോൾ അവർക്ക് അങ്ങനത്തെ താല്പര്യങ്ങൾ പലതുണ്ട്. താല്പര്യം എന്ന് പറയുന്നത് നല്ല അർത്ഥത്തിൽ, ഇൻട്രസ്റ്റ് എന്നുള്ള അർത്ഥത്തിലാണ്, അല്ല താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്തോ, അങ്ങനെയല്ല. എന്തായാലും ഈ 2 പേരും ചെയ്തത് ശരിയായില്ല. എം പിമാരാരും മത്സരിക്കണ്ട എന്ന് കേന്ദ്രത്തിൽ നിന്ന് പറയുന്നു. എന്നാലും ഞങ്ങൾ മത്സരിക്കും. ഈ 2 പേരുടെ ലക്ഷ്യം മന്ത്രി ആവുക എന്നുള്ളത് തന്നെയാണ്. കാരണം ഇപ്പോൾ UDF വരാൻ സാധ്യതയുണ്ടെങ്കിൽ, ഇപ്പോൾ മന്ത്രിയായില്ലെങ്കിൽ ഇനി മന്ത്രിയാവാൻ പ്രായവും കൂടുകയല്ലേ, ഇവരെല്ലാം 70+ പോയവരല്ലേ. അപ്പോൾ ഇനിയും 5 വർഷം കൂടെ കാത്തിരുന്നിട്ട് LDF ആണ് വരുന്നതെങ്കിൽ, അല്ല BJP ആണ് വരുന്നതെങ്കിൽ, ആരാ വരുന്നറിയില്ലല്ലോ, ഭാവിയിൽ വരികയാണെങ്കിൽ മന്ത്രിസ്ഥാനം പറ്റില്ല. അപ്പോൾ ഇപ്പോൾ മന്ത്രിസ്ഥാനത്ത് വരിക, സ്വാഭാവികമായിട്ട് അടൂർ പ്രകാശ് ജയിച്ചാൽ മന്ത്രിയാകും, കെ സുധാകരൻ ജയിച്ചാലും മന്ത്രിയാകും. ഇത് പറയുമ്പോഴാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ മുതൽ തിരുവനന്തപുരം ശശി തരൂർ വരെയുള്ളവർക്ക് മോഹങ്ങൾ മൊട്ടിട്ടു തുടങ്ങി. ബെന്നി ബെഹനാന് ചെറിയ മോഹം, ഹൈബീഡന് മോഹം, എല്ലാവർക്കും മോഹം. NK പ്രേമേന്ദ്രന് മോഹമുണ്ടോ കൊല്ലത്ത് മത്സരിക്കാൻ? അറിയില്ല. ശശി തരൂരിന് മോഹം, ഇവിടെ മന്ത്രിയായാൽ പുളിക്കുമോ? എല്ലാവർക്കും മോഹം. എന്തിനാണ്? നിങ്ങൾ MP മാരായില്ലേ, നിങ്ങൾ 5 വർഷം MP ആയിട്ടിരിക്കുമോ? പക്ഷെ അതല്ല, ഞങ്ങൾ മത്സരിക്കും 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 എന്ന് പറഞ്ഞിട്ട് വലിയ രീതിയിൽ വരുമ്പോൾ പരസ്യ പ്രസ്താവനകൾ നടത്തരുത്. കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പാണ്, അല്ലെ 3 ദിവസം മുമ്പാണ് രാഹുൽ ഗാന്ധി തിരുവനന്തപുരത്ത് പറഞ്ഞത് ഗ്രൂപ്പ് ഡാൻസിനിടയിൽ സിംഗിൾ ഡാൻസ് കളിക്കരുത്. മോഹിനിയാട്ടം കളിക്കണമെങ്കിൽ ഒറ്റയ്ക്ക് കളിച്ചോണം, ഗ്രൂപ്പിൻ്റെ ഇടയിൽ നിന്ന് മോഹിനിയാട്ടം കളിക്കരുത്. അത് ഓക്കേർഡ്നെസ് ആണ്, കാണാൻ സൗന്ദര്യം ഉണ്ടാവില്ല എന്ന് 3 ദിവസമായിട്ടുള്ളൂ. ഇത്രയും നേതാക്കളെ ഇരുത്തിയിട്ടാണ് പറഞ്ഞത്. UDFൻ്റെ എല്ലാ നേതാക്കളെയും, കുഞ്ഞാലിക്കുട്ടി, PJ ജോസഫ്, CP ജോണ്, ബേബി ജോണ്, ഷിബു ബേബി ജോണ് തുടങ്ങി UDFിലുള്ള എല്ലാ ഘടകകക്ഷികളും, ദേവരാജൻ, ഫോർവേഡ് ബ്ലോക്കിൻ്റെ എല്ലാ ഘടകകക്ഷികളെയും, പാലോട് രവി, ജില്ലാ വലിയ സുധാകരൻ, അടൂർ പ്രകാശ്, കെ മുരളീധരൻ, എല്ലാ നേതാക്കളും ഉണ്ടായിരുന്നല്ലോ. ഒരു ജംബോ സ്റ്റേജ് ആയിരുന്നല്ലോ. ആ സ്റ്റേജിലിരുന്ന മുഴുവൻ നേതാക്കളെയും സാക്ഷി നിർത്തിയാണ് ഇംഗ്ലീഷിൽ വളരെ കൃത്യമായി അവരുടെ ഫോട്ടോ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, അവരുടെ ഫ്ലെക്സ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞത്, നിങ്ങളൊക്കെ വലിയവന്മാരാണ്, വലിയ ആളുകളാണ്, വലിയ സംഭവമാണ്, നിങ്ങൾ ഒറ്റയ്ക്ക് എടുത്താൽ വലിയ സംഭവമാണ്, ഓരോ പ്രസ്ഥാനമാണ്. പക്ഷേ നിങ്ങൾ സംഘഗാനമേ പാടാവൂ, സംഘനൃത്തമേ ചെയ്യാവൂ, സിംഗിൾ ഡാൻസ് കളിക്കരുത് എന്ന് പറഞ്ഞത് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി ഡൽഹിയിൽ എത്തിയില്ല, സുധാകരൻ സിംഗിൾ ഡാൻസുമായിട്ട് ഇറങ്ങി. സുധാകരൻ ഇറങ്ങിയപ്പോൾ അങ്ങനെ സുധാകരൻ മാത്രം സൂഹിക്കേണ്ട എന്ന് പറഞ്ഞ് അടൂർ പ്രകാശും സിംഗിൾ ഡാൻസുമായിട്ട് ഇറങ്ങി. അപ്പോൾ 2 സിംഗിൾ ഡാൻസായി. 2നും അവാർഡ് ഇപ്പോൾ കിട്ടും, സമ്മാനം കൊടുക്കും. ഇത് സമ്മാനം കൊടുക്കണ കണ്ടുകൊണ്ട് അടുത്ത സിംഗിൾ ഡാൻസുകാരും സിംഗിൾ പാട്ടുകാരും, ഗ്രൂപ്പ് ഡാൻസിൽ സിംഗിൾ ഡാൻസുകാരും, ഗ്രൂപ്പ് സോങ്ങിൽ ഗാനമേളയിൽ സിംഗിൾ ആയിട്ട് നിന്ന് കൂട്ടപ്പാട്ട് പാടുന്നതിന്, സംഘപാട്ടുണ്ടല്ലോ, ഒന്നിച്ച് പാടുന്ന പാട്ടിൽ ഇടയ്ക്ക് ദേശഭക്തി ഗാനമൊക്കെ ഒന്നിച്ചാണല്ലോ പാടുന്നത്. ഒന്നിച്ച് പാടുമ്പോൾ
പിന്നെ കൊയറൊക്കെ പാടുന്ന കണ്ടിട്ടില്ലേ, ഒന്നിച്ച് പാടും. അതിൻ്റെ ഇടയിൽ അപശബ്ദമായിട്ട് സിംഗിൾ പാട്ടുകാരൻ കയറി വരും. ഇത് വളരെ രസകരമായ ഒരു കാര്യമാണ്. എന്തായാലും ആരും ആഹ്വാനം നടത്തരുത്, സ്വയം പ്രഖ്യാപിക്കരുത് സ്ഥാനാർത്ഥിത്വമെന്ന് സണ്ണി ജോസഫ് പറഞ്ഞു. ആര് കേൾക്കാൻ സണ്ണി ജോസഫ് പറഞ്ഞാൽ? സണ്ണി ജോസഫ് നമ്മളോട് ഇതൊന്നും പറയണ്ട, നിങ്ങൾ നേരിട്ട് സുധാകരനെ വിളിച്ച് പറയുക തെമ്മാടിത്തരമാണ്, പോക്കർത്തരമാണ് കാണിച്ചത്. അതുപോലെ അടൂർ പ്രകാശനെ വിളിച്ച് പറയുക ചെയ്തത് ശരിയായില്ല, നിങ്ങളിത് ശബ്ദിക്കരുതെന്ന്. അല്ലാതെ നാട്ടുകാരോട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് തന്നെയാണ് കോൺഗ്രസ്. കോൺഗ്രസ് രൂപീകരിച്ച സമ്മേളനം മുതൽ 2026 ഈ അവസാനത്തെ സംഭവം വരെ എടുത്താൽ ഇതാണ് കോൺഗ്രസ്. പക്ഷെ അവർ പറയുന്ന ന്യായം, ഞങ്ങൾ ജനാധിപത്യ പാർട്ടിയാണ്, ഞങ്ങളകത്ത് അഭിപ്രായം നിങ്ങളകത്തല്ല അഭിപ്രായം പറഞ്ഞത്, ഒരു കമ്മിറ്റിയിലല്ല അഭിപ്രായം പറഞ്ഞത്, എനിക്ക് മത്സരിക്കണം എന്ന് കമ്മിറ്റിയിലല്ല നിങ്ങൾ അഭിപ്രായം പറഞ്ഞത്. നിങ്ങൾ അഭിപ്രായം പറഞ്ഞത് നാട് റോട്ടിൽ പബ്ലിക്കായി ബൈറ്റ് കൊടുക്കുകയാണ് ചെയ്തത്. ചാനലുകൾ അത് ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ ഗ്രൂപ്പ് ഡാൻസിൻ്റെ ഇടയ്ക്ക് സിംഗിൾ ഡാൻസുമായി രണ്ട് പേർ വന്നിട്ടുണ്ട്. അവർ വനിതാ സ്ത്രീകളുടെ വേഷം കെട്ടി 2 പേര് വന്നിട്ടുണ്ട്. അപ്പോൾ 40 സീറ്റുകളിൽ ഇന്ന് തീരുമാനമാകുമ്പോൾ കണ്ണൂരിൽ ആര് മത്സരിക്കും? സുധാകരനെ മത്സരിപ്പിച്ചില്ലെങ്കിൽ സുധാകരൻ എന്ത് സംഭവിക്കും? ആ സുധാകരൻ ഫാക്ടർ കേരളത്തിൽ പ്രത്യേകിച്ച് കണ്ണൂർ ഭാഗത്ത് അടിയൊഴുക്കുണ്ടാക്കി കിട്ടാൻ പോണ സീറ്റ് കൂടെ ഇല്ലാതാക്കുമോ? ഇനി തെക്കോട്ട് വന്നു കഴിഞ്ഞാൽ അടൂർ പ്രകാശ് ചെറിയ ആളല്ല. ആള് കാണാൻ സൈസൊക്കെ ചെറുതാണെങ്കിലും പൊക്കവും തടിയൊക്കെ കുറവാണെങ്കിലും ചെറിയ നെത്തോലി, ചെറിയ മീനല്ല, വലിയ മീനാണ് അടൂർ പ്രകാശ്. അദ്ദേഹം ഇപ്പോൾ MP ആണ് ആറ്റിങ്ങലിലെ. അതിലുപരി UDFിൻ്റെ കൺവീനറാണ്. വലിയ സ്വാധീനമുള്ള ആളാണ്. പത്രത്തിൽ വഴിയും അല്ലാതെയും വ്യക്തിപരമായിട്ടൊക്കെ SNDP വഴിയൊക്കെ വലിയ സ്വാധീനമുള്ള ആളാണ്. അദ്ദേഹത്തിനെ മത്സരിപ്പിക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടാവുകയും മത്സരിപ്പിക്കാതിരുന്നാൽ വീണ്ടും പുക നമുക്ക് കാണാം. എന്തായാലും ഇങ്ങനെ 2 വെടിയെങ്കിലും പൊട്ടിയില്ലെങ്കിൽ അതിൻ്റെ പേര് കോൺഗ്രസ് എന്നാവൂല, UDF എന്നാവൂല. PJ ജോസഫിൻ്റെ 10 സീറ്റ് വേണം. അതിൻ്റെ ഒരു പുക ഇപ്പോൾ അടങ്ങിയിട്ടില്ല. 3 സീറ്റ് കൊടുക്കൂല, 7 സീറ്റേ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുക അടങ്ങിയിട്ട് ചിലപ്പോൾ 8 സീറ്റിലോ 9 സീറ്റിലോ അത് ഒതുങ്ങാൻ സാധ്യതയുണ്ട്. കാരണം മറ്റ് ഘടകകക്ഷി എന്നൊക്കെ പറഞ്ഞാൽ അത് ഒതുങ്ങാൻ സാധ്യത. എന്തായാലും ഇവിടെ വളരെ രസകരമായ ജഗപുക, അടിനാശം, വെള്ളപ്പൊക്കമാണ് നടക്കുന്നത്. ഇതിനിടയിലാണ് തിരുവനന്തപുരത്ത് CMPയുടെ സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരം സെൻട്രൽ CP ജോൺ വരുന്നതിനെതിരെയും പോസ്റ്റർ യുദ്ധവും പിന്നെ കരയുദ്ധവും പിന്നെ സോഷ്യൽ മീഡിയ യുദ്ധവും ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും വീണ്ടും VD സതീശനോടും സണ്ണി ജോസഫിനോടും കോൺഗ്രസിൻ്റെ ഘടകകക്ഷികൾ UDFിൻ്റെ ഘടകകക്ഷികളോടും പറയാനുള്ളത്, എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ നിങ്ങൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ദുരന്തമാണെന്ന് പറയുന്ന ആ സെൻറ്റൻസിന് അല്ലെങ്കിൽ ആ ആപ്തവാക്യത്തിന് നിങ്ങൾ വശംവദരാകരുത്. തൽക്കാലം 2 മാസത്തേക്കെങ്കിലും നിങ്ങൾ ഒന്നിച്ച് നിൽക്കുക. പിന്നെ നമുക്ക് അടിക്കാം ആരാണ് മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞും. ഇതിനിടയിൽ KC വേണുഗോപാൽ മത്സരിച്ചാൽ ഭയങ്കര ഗുണം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഇൻഡാസ് ഡൽഹിയിൽ നിന്ന് യാത്ര തിരിച്ചിട്ടുണ്ട്. അത് ആലപ്പുഴ എത്തിയിട്ടില്ല. അതും കൂടി ആലപ്പുഴയിൽ വന്നാൽ നമ്മുടെ ഓട്ടംതുള്ളൽ മംഗളമായിട്ട് നമുക്ക് അവസാനിപ്പിക്കാം.